ഈ 17 കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുമ്പോൾ വികസന പ്രവർത്തനം നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ 10 കോടി രൂപ മിച്ചം വെക്കുമെന്ന് പറയുന്നത് പൊള്ളത്തരമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. തട്ടിക്കൂട്ടിയൊരു ബഡ്ജറ്റ്, മുട്ടായി പൊതിയാൻ പോലും കൊള്ളാത്ത ഒരു പേപ്പറായി ബഡ്ജറ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നു. നമസ്കാരം. ആറ്റിങ്ങൽ നഗരസഭയിലെ 2025-26 വർഷത്തെ ബജറ്റ് അവതരണം ഇന്നലെ ആയിരുന്നു. അതിൻ്റെ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ കോൺഗ്രസ് പ്രവർത്തകർ അതിനെതിരെയുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ചേട്ടാ, എന്താണ് വിഷയം? ചട്ടിയും കേട്ട് നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ തുളസീരംപിള്ള സാർ. അത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് സ്വപ്നലോകത്തെ ബാലഭാസ്കറാണോ സാറെന്ന് നമുക്ക് തോന്നിപ്പോയി. 2006 മുതലുള്ള ഇങ്ങോട്ടുള്ള ബഡ്ജറ്റുകൾ നോക്കിയാൽ എല്ലാം ഒരേ പേപ്പറാണ്. എന്തിനിങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു? 2000-2005 കാലയളവിൽ ആറ്റിങ്ങലിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി, BOT വ്യവസ്ഥയിൽ മാമം ചന്തയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു സിനിമാ തിയേറ്റർ ഉൾപ്പെടെ കൊണ്ടുവരാൻ അന്നത്തെ നഗരസഭാ ചെയർപേഴ്സൺ തീരുമാനിച്ചതാണ്. അതിനെ അട്ടിമറിച്ച് അവിടെ ബഡ്ജറ്റിൻ്റെ ചർച്ച നടക്കുമ്പോൾ യക്ഷിയുടെ പേര് ചേർത്തൊരു പാട്ടിട്ട പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഞങ്ങൾ റിക്കാർഡുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് വെറും തട്ടിപ്പാണ്. പൈസ ഇല്ലാത്ത ഈ നഗരസഭ ഇവിടെ കോടികളുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണ്. ജനങ്ങളെ ഈ 4 വർഷമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതി വീണ്ടും വീണ്ടും ഈ നഗരത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നഗരസഭാ ചെയർപേഴ്സണാണ്. നഗരസഭാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ സമരം ചെയ്യുന്ന ആളുകളെ പന്തലിട്ടാൽ ആ സമരം നടത്തുന്ന പന്തൽ പൊളിക്കണം എന്നുള്ള നിർദ്ദേശം പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഒരു മാസത്തിൽ 4-5 സമരം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് ബാധകമല്ലേ? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വളരെ മര്യാദയോടുകൂടി ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്താൽ, പ്രതിഷേധിച്ചാൽ ആ സമരക്കാരുടെ പേരിൽ അതെങ്ങനെയാ ക്രിമിനൽ കേസ്, എങ്ങനെ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് തന്നെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന ഒരു ചെയർപേഴ്സൺ ഈ നഗരസഭയ്ക്ക് ഒരു അപമാനമായി മാറിയിരിക്കുകയാണ്. തട്ടിക്കൂട്ടിയൊരു ബഡ്ജറ്റ്, മുട്ടായി പൊതിയാൻ പോലും കൊള്ളാത്ത ഒരു പേപ്പറായി ബഡ്ജറ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിലേറെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ H. ബഷീറിൻ്റെ നേതൃത്വത്തിൽ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ കിരൺ, ശ്രീ ഷൈജുചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. ഇനി നമ്മുടെ ഇതിൽ പങ്കെടുത്ത സമര പോരാളികൾക്ക് എൻ്റെ ഹാർദവമായ അഭിനന്ദനങ്ങൾ. ഇന്ന് ആറ്റിങ്ങൽ നഗരസഭയുടെ 25-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരണമായി. അതിന്മേലുള്ള ചർച്ചയിൽ കഴിഞ്ഞ 24-25 സാമ്പത്തിക വർഷത്തിൽ, അതായത് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ വരവ് 65.5 കോടി രൂപ വരവും ഒപ്പം നമ്മുടെ ചെലവ് 55.5 കോടി രൂപ ചെലവുമാണ്. അതേസമയം വരാൻ പോകുന്ന വർഷത്തിൽ നമ്മുടെ വരവെന്ന് പറയുന്നത് വെറും 48 കോടി രൂപ മാത്രവും നമ്മൾ ഉദ്ദേശിക്കുന്ന ചെലവ് 37 കോടി രൂപ മാത്രവുമാണ്. ആറ്റിങ്ങൽ നഗരസഭയുടെ വികസന പ്രവർത്തനം ഓരോ വർഷത്തിലും മുൻകൂട്ടി കണ്ടുകൊണ്ട്, നിലവിലെ സ്ഥിതി പരിശോധിച്ചുകൊണ്ട്, വരാൻ പോകുന്ന വർഷത്തിൽ മുൻകൂട്ടി എത്ര രൂപയുടെ വരവുണ്ടാവും, അതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കൽ. പക്ഷേ ഈ ബഡ്ജറ്റ് തയ്യാറാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 17 കോടിയോളം രൂപ കുറവ് വന്നിരിക്കുന്നു. നമുക്കൊരു കാരണവശാലും വികസന പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ബഡ്ജറ്റല്ല എന്ന് ഇതിൽ നിന്ന് പൂർണ്ണമായും വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിൽ എഴുതി ചേർത്ത് നിലവിൽ 10 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടാകുമെന്ന് പറയുന്നു. ഈ 17 കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുമ്പോൾ വികസന പ്രവർത്തനം നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ
10 കോടി രൂപ മിച്ചം വയ്ക്കുമെന്ന് പറയുന്നത് പൊള്ളത്തരമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് തികച്ചും പരാജയമാണ്. ഈ ഒരു വർഷം നഗരസഭ കണ്ടതിൽ ഏറ്റവും വളരെ ദയനീയമായ പരാജയമായി ഈ ബഡ്ജറ്റിനെ കാണുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റിന്റെ പരാജയം ഈ വർഷത്തെ നഗരത്തിന്റെ വികസനത്തെ സാരമായി ബാധിക്കും. വികസന പരാജയം തന്നെയായിരിക്കും. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് BJPയുടെ കൗൺസിലർമാർ സഭ ബഹിഷ്കരിക്കുകയുണ്ടായത്. വികസനം മാത്രം കാണുന്നില്ലേ? മറുപടി പറയൂ ചെയർപേഴ്സൺ. മറുപടി പറയൂ വൈസ് ചെയർമാൻ. തട്ടിക്കൂട്ട് ബഡ്ജറ്റ്. വേണ്ടേ വേണ്ട. മുകളിൽ ഈ പറയുന്ന ബഡ്ജറ്റിൻ്റെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. ബഡ്ജറ്റ് യാതൊരുവിധ കാര്യപ്രസക്തിയുമില്ലാത്ത ബഡ്ജറ്റ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. തുടർ പ്രതിഷേധങ്ങൾ നമുക്ക് തുടർന്നും പ്രതീക്ഷിക്കാം. സ്പെൻസറുടെ ക്യാമറ അരുൺ സാഗറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.